അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖലീൽ ജിബ്രാൻ തൻ്റെ അൽ ബദായി വ തൊറായിഫ് എന്ന ഗ്രന്ഥത്തിൽ ജോർജി സീദാനെക്കുറിച്ച് എഴുതുന്ന ഒരു ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യ പാരഗ്രാഫിലായി പറയുന്നത് ലഖദ് മാത സീദാൻ. സീദാൻ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പോലെ തന്നെ വളരെ ഉയർന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെ പോലെ വളരെ പവിത്രമായതുമാണ്. ആ വലിയ ചിന്ത അഥവാ സീദാനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ വലിയ ചിന്ത മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറിന് ചുറ്റും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നെല്ലാം ഉയർന്ന അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യത്തെ തോന്നിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ശാന്തത അദ്ദേഹത്തിൻ്റെ ഖബറിന് ചുറ്റും വലയം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പവിത്രമായിട്ടുള്ള ആത്മാവ് ഈ ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഫ്രീ ആയി. എന്നിട്ട് നമുക്ക് അറിയാനോ നമുക്ക് അനുഭവിക്കാനോ കഴിയാത്ത ഒരു ലോകത്തിലേക്ക് അത് യാത്രയാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ ദുനിയാവിൻ്റെ രാപ്പകലുകളുടെ പിടിയിൽ ബാക്കിയായിട്ടുള്ള ആളുകൾക്ക് അഥവാ ഈ ദുനിയാവിലുള്ള ആളുകൾക്ക് ഒരു പാഠമുണ്ട്. അദ്ദേഹത്തിൻ്റെ പവിത്രമായിട്ടുള്ള ഫീലിങ്സുകൾ അത് ഈ ലോകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അമലിൻ്റെ അദ്ദേഹത്തിൻ്റെ ജോലികളുടെ ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അതിൻ്റെ ക്ഷീണങ്ങളിൽ നിന്നുമെല്ലാം അത് ഒഴിവായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഫീലിങ്സുകൾ അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ പുതപ്പ് പുതച്ചുകൊണ്ട് പ്രയാസങ്ങളോ അതുപോലെ തന്നെ ക്ഷീണങ്ങളോ ഇല്ലാത്ത അതെല്ലാം ഉയർന്നു പോയ ഒരു സ്ഥലത്തേക്ക് അത് യാത്രയായിട്ടുണ്ട്. സീദാൻ കണ്ണുകൾക്ക് കാണാനോ അതുപോലെ തന്നെ ചെവികൾക്ക് കേൾക്കാനോ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് യാത്രയായിരിക്കുന്നു. അദ്ദേഹം മറ്റൊരു പ്ലാനറ്റിലേക്കാണ് നീങ്ങിയതെങ്കിൽ, ശാശ്വതമായിട്ടുള്ള കടലുള്ള മറ്റൊരു പ്ലാനറ്റിലേക്കാണ് അദ്ദേഹം നീങ്ങിയതെങ്കിൽ, അദ്ദേഹം ഇന്ന് അവിടെ വസിക്കുന്ന ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ വ്യാപൃതനായിരിക്കും. അവിടെയുള്ള ഇൽമുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിലും അദ്ദേഹം വ്യാപൃതനായിരിക്കും. അവിടെയുള്ള അവരുടെ ചരിത്രത്തിൻ്റെ ഭംഗിയിൽ അദ്ദേഹം ആകർഷ്ടനായിരിക്കും. അവിടെയുള്ള അവരുടെ ഭാഷ പഠിക്കുന്നതിൻ്റെ മേൽ അയാൾ ഒഴിഞ്ഞിരിക്കുകയായിരിക്കും. മുൻസബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ഒഴിഞ്ഞിരിക്കുന്നതിനാണ് മുൻസബ് എന്ന് പറയാം. അവരുടെ ഭാഷ പഠിക്കാൻ അദ്ദേഹം ദൃഢനിശ്ചയം എടുത്ത ആളായിരിക്കും. അടുത്ത പാരഗ്രാഫിൽ സീദാൻ അഥവാ സീദാൻ അദ്ദേഹം വളരെ ആവേശം നിറഞ്ഞ താല്പര്യമുള്ള ഒരു ചിന്തയായിരുന്നു. അദ്ദേഹം ജോലിയിലല്ലാതെ വിശ്രമം കണ്ടെത്തിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ദാഹിക്കുന്ന ആത്മാവ് അത് ഉണർവിൻ്റെ ചുമലുകളിലല്ലാതെ ഉറങ്ങുമായിരുന്നില്ല. എപ്പോഴും അദ്ദേഹം ഓരോ കാര്യത്തിലും അദ്ദേഹം പ്രവർത്തിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്തസ്സ് കൊണ്ടും ലോലത കൊണ്ടും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലിയ ഹൃദയവും അദ്ദേഹത്തിൻ്റെ ചിന്ത അതൊരു പൊതുബോധത്തിനോട് കൂടെ ആയിരുന്നെങ്കിൽ ആ പൊതുബോധത്തിനോട് കൂടെ അത് ജോലി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്ത അത് നിയമങ്ങളോട് കൂടെ ആയിരുന്നെങ്കിൽ അത് നിയമത്തോടു കൂടെ ജോലി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്ത അത് റബ്ബിൻ്റെ ബക്കാവ് പോലെ ബാക്കിയായിരുന്നെങ്കിൽ അതിന്നും അതിൻ്റെ തീജ്വാല കൊണ്ട് കത്തി നിൽക്കുമായിരുന്നു. സീദാൻ്റെ ജീവിതം അത് വുജൂദിൻ്റെ ഉണ്മയുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ഉറവ പോലെയാണ്. അത് പതിയെ പതിയെ ഒരു തെളിഞ്ഞ നദിയായി തീരും. അതിൻ്റെ താഴ്വരയിലുള്ള ഇരുഭാഗത്തുമുള്ള സസ്യങ്ങളെയും കല്ലുകളെയുമെല്ലാം അത് കുടിപ്പിക്കുകയും ചെയ്യും. അടുത്ത പാരഗ്രാഫിൽ ജിബ്രാൻ തൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ഇത്തരത്തിലുള്ള ജുർജി സീദാനിൽ ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ടതോ അല്ലെങ്കിൽ അനുശോചനം അർപ്പിക്കേണ്ടതോ ആവശ്യമില്ല. ആ രീതിയിലാണ് ജിബ്രാൻ മുന്നോട്ട് പോകുന്നത്. വഹാഖദ് ബലഗ നൗർ ഷാത്തി അൽ ബഹർ. ആ നദി അഥവാ ജുർജി സീദാൻ അത് കടലിൻ്റെ തീരത്തേക്ക് എത്തിയിരിക്കുന്നു. ക്ഷണിക്കാതെ കയറി വന്നവനെ, ആർക്കാണ് അദ്ദേഹത്തിൻ്റെ മേൽ ഖേദം പ്രകടിപ്പിക്കാനും അഥവാ ജുർജി സീദാൻ്റെ മേൽ ഖേദം പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കാനും ധൈര്യമുള്ളത്? അല്ലെങ്കിലും ഈ കരച്ചിലും അതുപോലെ തന്നെയുള്ള ഖേദവുമൊക്കെ ജീവിതത്തിൻ്റെ മുമ്പിൽ വെറുതെ നിൽക്കുകയും പിന്നീട് ആ ജീവിതത്തിൻ്റെ ഉള്ളൻ കയ്യിൽ വിയർപ്പിൻ്റെയും അതുപോലെ തന്നെ നെറ്റിയിലെ വിയർപ്പിൻ്റെയും അല്ലെങ്കിൽ കൽബിൻ്റെ ഹൃദയത്തിൻ്റെ രക്തത്തിൽ നിന്നും ആ ജീവിതത്തിൻ്റെ കയ്യിലേക്ക് ഒരു തുള്ളി ഉറ്റിക്കുന്നതിന് മുമ്പ് അവർ വിട പറഞ്ഞു പോയി. അങ്ങനെയുള്ള ആളുകൾക്കല്ലേ ഈ ഖേദവും ദുഃഖവും ഒക്കെ അല്ല അറിയിക്കേണ്ടത്. സീദാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 30 വർഷവും അദ്ദേഹത്തിൻ്റെ കൽബ് ഉരുകുകയും അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ ജീവിതത്തിൻ്റെ മുമ്പിൽ വെറുതെ നിൽക്കുകയും ജീവിതത്തിൻ്റെ കൈകളിൽ നെറ്റിയിൽ നിന്ന് ഒരു വിയർപ്പ് തുള്ളി ഉറ്റിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ തുള്ളി ഉറ്റിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ആളുകൾക്കല്ലേ ഈ ഖേദവും അതുപോലെ തന്നെ കരച്ചിലുമെല്ലാം യോജിക്കുന്നത്. എന്നാൽ സീദാൻ തൻ്റെ 30 വർഷം ജീവിതത്തിൻ്റെ 30 വർഷത്തിലും അദ്ദേഹത്തിൻ്റെ കൽബ് ഉരുകുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടം എപ്പോഴും വിയർക്കുന്നതുമായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ തെളിഞ്ഞ മാധുര്യമുള്ള അരുവയിൽ നിന്ന് ദാഹമകറ്റാത്തവരായിട്ട് ആരാണുള്ളത്?
പിന്നീട് അവസാനത്തെ പാരഗ്രാഫിൽ എങ്ങനെയാണ് സീദാനെ നാം ബഹുമാനിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ജിബ്രാൻ പറഞ്ഞു വെക്കുന്നത്. ഇദൻ ഫമൻ ഷാ യക്രമ സീദാൻ ആരെങ്കിലും ബഹുമാനിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നേരെ ശുക്രിൻ്റെയും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളും പാടുന്ന ഒരു പാട്ട് പറയട്ടെ. അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ഖേദിക്കുകയോ ദുഃഖം പ്രകടിപ്പിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ആരെങ്കിലും സീദാനെ ബഹുമാനിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഖജനാവുകളിൽ നിന്ന് ഒരു വിഹിതത്തെ അവന് സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ സീദാൻ ഒരുമിച്ച് കൂട്ടിയ ഈ അറബി ലോകത്തിന് വേണ്ടി അദ്ദേഹം അനന്തരമാക്കി ബാക്കി വെച്ച് പോയ അദ്ദേഹത്തിൻ്റെ അറിവുകളിൽ നിന്ന് അവനൊരു വിഹിതത്തെ സ്വീകരിക്കട്ടെ. വലിയൊരു മനുഷ്യന് നിങ്ങളൊന്നും നൽകേണ്ടതില്ല, മറിച്ച് അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അപ്രകാരം അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിക്കേണ്ടത്. നിങ്ങൾ സീദാന് നിങ്ങളുടെ ഖേദമോ നിങ്ങളുടെ അനുശോചനമോ നൽകേണ്ടതില്ല, മറിച്ച് സീദാൻ നിങ്ങൾക്ക് വേണ്ടി മാക്കി വെച്ചുപോയ അദ്ദേഹത്തിൻ്റെ സമ്മാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഹിബത്തായി നൽകിയ സംഭവങ്ങൾ, ഫ്രീ ആയിട്ട് നൽകിയ സംഭവങ്ങൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ അറിവുകൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ എടുക്കുക. അപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ നിങ്ങൾക്ക് ശാശ്വതമാക്കാൻ കഴിയുക. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യമായി ചോദിച്ചിട്ടുള്ളത് കൈഫ വാസഫ് അൽ കാത്തിബ് മമാത്ത് ജുർജി സീദാൻ്റെ മരണത്തെ കാത്തിബ് ഖലീൽ ജിബ്രാൻ എങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പോലെ തന്നെ വളരെ ഉയർന്നതായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൃതികളെ പോലെ പവിത്രമായതായിരുന്നു, അങ്ങനെയാണ് ജിബ്രാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമതായി ഐന ദഹബ സീദാൻ ബഅദ മമാത്തിഹി, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം സീദാൻ എങ്ങോട്ടാണ് പോയത്? അവിടെ നാം പറയുന്ന രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, സീദാൻ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമുക്ക് അനുഭവിക്കാനോ അറിയാനോ കഴിയാത്ത ഒരു ലോകത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോയത്. ലൗകാന സീദാൻ കദിൻതഖലില കൗകബിൻ ആഖറ ഫമാദാ തതവഖഉ മിൻ അയ്യഫ് അലഹു, സീദാൻ്റെ ആത്മാവ് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യുക? നമ്മളവിടെ പറയുന്നുണ്ട്, സീദാൻ്റെ ആത്മാവ് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കും. അവിടെയുള്ള അറിവുകൾ ഒരുമിച്ച് കൂട്ടാനും അവരുടെ ചരിത്രങ്ങൾ അദ്ദേഹം ആകൃഷ്ടനായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഭാഷ പഠിക്കാൻ അദ്ദേഹം തുനിഞ്ഞിറങ്ങും. ആ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാലാമതായി ബിമാദാ ഖാൻ യർത്താഉ സീദാൻ ഫി ഹയാത്തി, സീദാൻ തൻ്റെ ജീവിതത്തിൽ എന്തൊന്നിലായിരുന്നു വിശ്രമം കണ്ടെത്തിയിരുന്നത്? അദ്ദേഹത്തിൻ്റെ ജോലിയിലായിരുന്നു വിശ്രമം കണ്ടെത്തിയിരുന്നത്. കൈഫ വസഫ കാത്തിബ് ഹയാത്ത് സീദാൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ജിബ്രാൻ വിവരിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ഉറവ പോലെയാണ്. ആ ഉറവ അത് പതിയെ അതൊരു തെളിഞ്ഞ നദിയായി തീരുകയും ആ നദിയുടെ ചുറ്റുഭാഗത്തുമുള്ള കല്ലിനെയും വൃക്ഷങ്ങളെയും എല്ലാം അത് കുടിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആറാമതായിട്ടുള്ളത് ഹലിൽ കാത്തുബിയതുപോയില്ല റൊസായി അല സീദാൻ അമിയംനാമിൻഹു, സീദാൻ്റെ മേൽ അനുശോചനം, അദ്ദേഹത്തിന് മേൽ ഖേദം പ്രകടിപ്പിക്കാൻ ജിബ്രാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ അതോ അതിൽ നിന്ന് തടയുകയാണോ? നമുക്കറിയാം ജിബ്രാൻ അതിൽ അനുശോചനം അറിയിക്കേണ്ട എന്നുള്ളതാണ് പറയുന്നത്. കാരണം അനുശോചനമെല്ലാം ഒന്നും ചെയ്യാതെ പോയ ആളുകൾക്കുള്ളതാണ്. എന്നാൽ സീദാനോ ഈ ലോകത്തെ എല്ലാം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഒരിക്കലും അനുശോചനം അറിയിക്കരുത് എന്നാണ് ജിബ്രാൻ പറഞ്ഞു വെക്കുന്നത്. മാ ഹുവ അഫ്ദൽ ത്വരീഖത്തി ലിതകരീമി സീദാനെ ബഹുമാനിക്കാൻ ഏറ്റവും നല്ല വഴിയായിട്ട് ഏതാണ് പറയുന്നത്? സീദാനെ ബഹുമാനിക്കാൻ ഏറ്റവും നല്ല വഴിയായി പറയുന്നത് അദ്ദേഹത്തിന് ശുക്ർ ചെയ്തുകൊണ്ടുള്ള പാട്ടുകൾ നിങ്ങൾ പാടുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് ഒരു വിഹിതത്തെ നിങ്ങൾ എടുക്കുക. ആ ഒരു രീതിയിലാണ് സീദാനെ നിങ്ങൾ ബഹുമാനിക്കേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന് അനുശോചനമോ ഖേദമോ നിങ്ങൾ കാണിക്കരുത് എന്നാണ് പറയുന്നത്. കൈഫ വജത്ത് ഷഖ്സിയത്ത് ജുർജി സീദാൻ ഫി ലോഹി ആദർസ്, ഇതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് സീദാൻ്റെ പേഴ്സണാലിറ്റിയെ മനസ്സിലാവുന്നത്? അഥവാ സീദാൻ എന്താണ് വളരെയധികം കരുത്ത ശക്തിയായ രീതിയിൽ പരിശ്രമിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം സംഭാവനകൾ നൽകിയ ഒരാളായിരുന്നു. ആ രീതിയിൽ നമുക്ക് മനസ്സിലായ രീതിയിൽ എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ ഉക്തും അൻ മയ്യിസാത്തി അദബി ജുർജി സീദാൻ്റെ സാഹിത്യത്തിൻ്റെ പ്രത്യേകത എഴുതുക. അതുപോലെ തന്നെ 10ാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ കൈഫ തത്തമയ്യസു ആമാൽ ജുർജി സീദാൻ അൻ ആമാൽ മുആസിരി, തൻ്റെ സമകാലികളിൽ നിന്ന് ജുർജി സീദാൻ്റെ കൃതികൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ഈ 2 ക്വസ്റ്റ്യനും പാഠഭാഗത്ത് നിന്നുള്ളതല്ല, മറിച്ച് നമ്മൾ നെറ്റ് നോക്കിയാണ്ട് കണ്ടുപിടിച്ചാണ്ട് ആൻസർ എഴുതേണ്ടി വരും. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് അത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് സ്കിപ്പ് ചെയ്യാനും പറ്റും. കാരണം 7 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്നും വരാൻ ചാൻസ് കുറവാണ്. ഇനി വന്നാൽ തന്നെ നമുക്കത് സ്കിപ്പ് ചെയ്യാനും കഴിയും. അടുത്തതായിട്ടുള്ളത് വാക്കുകൾ കൊണ്ട് ജുംല ഉണ്ടാക്കാനുള്ളതാണ്. റക്കദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി, യുഹൈ പറഞ്ഞാൽ തോന്നിപ്പിക്കുക, തമല്ലസ അത് ഫ്രീ ആവുക, റഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരൻ, മജിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔന്നിത്യം, മുൻഹമിക്കുൻ വ്യാപൃതനാവുക, മൻസൂബുൻ ആല ഒരു കാര്യത്തിന് മേൽ ദൃഢനിശ്ചയമെടുക്കുക, ലാ തർത്താഹു ഇല്ല അത് ഒരു കാര്യത്തിൻ്റെ മേലല്ലാതെ വിശ്രമം എടുക്കുകയില്ല, മുഫ്ഇമുൻ ബി
എന്തോ ഒരു കാര്യം കൊണ്ട് നിറഞ്ഞതാണ്. ഖലീഖുൻ ബി യോജിച്ചതാണ്. അടുത്തതായിട്ട് താഴെ നൽകിയിട്ടുള്ള ഇബാറത്തുകൾ കൊണ്ട് ജുംല ഉണ്ടാക്കാനാണ്. അദീമുൻ ക ഹയാത്തിഹി വ ജലീലി അമാലിഹി, ജലീലുൻ ക അമാലിഹി, അദ്ദേഹത്തിൻ്റെ കൃതികൾ പോലെ അത് പവിത്രമായതും അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ ഉയർന്നതുമാണ്. ഐദത്തുൻ ലിൽ ബാക്കിയന ഫി ഖബ്ദത്തിൽ അയ്യാമി വല്ലയാൽ, രാത്രികളുടെയും പകലുകളുടെയും പിടിയിൽ ബാക്കിയായവർക്ക് അത് ഉപദേശമാണ്. സാറ മുൽത്തഫൻ ബി റിദായി മൈദിഹി ഇല്ല, അദ്ദേഹത്തിൻ്റെ ഔന്നിത്യത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അത് മറ്റൊരു സ്ഥലത്തിലേക്ക് യാത്രയായി. ഹൈസുലാ തറാഹുൽ ഐനു വലാ തസ്മഅഹുൽ ഉദനു, കണ്ണുകൾക്ക് കാണാനോ ചെവികൾക്ക് കേൾക്കാനോ കഴിയാത്ത ഒരിടം. ഫഹുവൽ ആന മഷ്ഊലും ബിനഅഫി സുക്കാനിഹ, അതിൻ്റെ അവിടെയുള്ള ആളുകളുടെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ആ ആത്മാവ് ഇപ്പോൾ ജോലി തിരക്കിലായിരിക്കും. മഅഖൂദും ബി ജമാലി താരീഖ്, അവിടുത്തെ ചരിത്രത്തിൻ്റെ ഭംഗിയിൽ അത് ആകർഷ്ടനായിരിക്കും. മുൻസബുൻ അലാ ദിറാസത്തി ലുഗത്തിൻ, ഭാഷ പഠിക്കുന്നതിൻ്റെ മേൽ ദൃഢനിശ്ചയം എടുത്താണ്ട് ഇരിക്കുക. യർവി അലാ ജാനിബിൽ വാദി, ആ താഴ്വരയുടെ ഇരുഭാഗത്തുമുള്ളതിനെ അത് കുടിപ്പിക്കും. ഔലം യസ്രിഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഔലം യസ്രിഫ് സലാസീന സനതൻ മുദീബൻ ഖൽബഹു മുസ്തഖ്സറ ബിജനീബിഹി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 30 വർഷങ്ങളും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഉരുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തെ വിയർപ്പ് തുള്ളികൾ ഉറ്റിച്ചുകൊണ്ട്. അവലം യസ്രിഫ് സീദാൻ സലാസീന സനത്തൻ മുദീബൻ കൽബഹു വ മുസ്തഖ്തിറൻ ജബീനഹു, അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തെ വിയർപ്പുറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൽബുരുക്കിക്കൊണ്ടല്ലേ സീദാൻ 30 വർഷവും തീർത്തത്. ഇദൻ ഫമൻ ഷാ യക്രം സീദാൻ ഫലിയർഫഅ നഹ്വ റൂഹഹു തർനീമത്തുൽ ശുക്രി വൽ ഇർഫാൻ, ആരെങ്കിലും സീദാനെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സീദാൻ്റെ ആത്മാവിലേക്ക് വളരെ ശുക്രിൻ്റെ ഒരു പാട്ട് പാടട്ടെ. ഇർഫാനുൽ ജമീൽ, അദ്ദേഹത്തിൻ്റെ ജമാലിയത്തിനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള, അദ്ദേഹത്തിന് ശുക്ർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാട്ട് പാടട്ടെ. എന്തിനു പകരമായിട്ട്? ഖേദം പ്രകടിപ്പിക്കുന്നതിനും ദുഃഖം പ്രകടിപ്പിക്കുന്നതിനെല്ലാം പകരമായിട്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കി പോവുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.